നമസ്കാരം. ജിതാവുരുളി. ബീനാനന്ദൻ, നമസ്കാരം. ഇടയ്ക്കങ്ങ് അതങ്ങ് കട്ടായിപ്പോയി. ആ കമൻറ്റിലോട്ടൊന്ന് ടച്ച് ചെയ്ത, പക്ഷേ തൊട്ടത് ഫിനിഷിങ് എന്ന് പറയുന്ന ബട്ടണിലായിപ്പോയി. അതുകൊണ്ടാണ് അത് കട്ടായിപ്പോയത്. അപ്പോൾ എന്തായിരുന്നാലും കുറേ പേര് ഒന്നിച്ച് വന്നതായിരുന്നു. അപ്പോൾ പിന്നെ അവർ പോയി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തിരിച്ച് എത്തുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇല്ലത്ത് സാധാരണ ഞാൻ ലൈവ് ചെയ്യുന്ന റൂമിനോട് ചേർന്ന് ഇപ്പോൾ അവിടെ രാമായണം ഇല്ലത്തെ എല്ലാവരും ഇവിടെ ഏകദേശം 10-12 ഇല്ലങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്ന വീടിനോടടുത്ത് അതിനോടടുത്ത് 10-12 ഇല്ലങ്ങളുണ്ട്. കുറേ പേർക്കൊക്കെ അറിയാം. എൻ്റെ ഇല്ലത്ത് വന്നിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ശ്രീമതി അജിതാ മുരളിയെ പോലെ ഒരുപാട് പേര് എൻ്റെ ഇല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു 10-12 ഇല്ലങ്ങളുണ്ട്. അപ്പോൾ ആ ഇല്ലത്തെ അമ്മമാരെല്ലാം ഉച്ചയാകുമ്പോഴത്തേക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് 1:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഇവിടെ രാമായണം വായിക്കാറുണ്ട്. ഏകദേശം ഒരു 3-3:30 വരെ എല്ലാവരും ഇരുന്ന് രാമായണം വായിക്കും. അപ്പം അതുകൊണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ലൈവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. കാരണം ആ റൂമും പാരായണം ചെയ്യുന്നതും തമ്മിൽ വലിയ ദൂരമില്ല. അപ്പം അതുകൊണ്ട് പ്രയാസമായതുകൊണ്ട് ഞാൻ എൻ്റെ ജ്യോതിഷമുറിക്കകത്തോട്ടിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മൊബൈലിൽ ഇരുന്നുകൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൊബൈലിൽ ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ ഭഗവാന്റെ അഭിഷേകത്തിൻ്റെ വിഷയമാണ് പറഞ്ഞത്. കാരണം ഈ അയോധ്യയുടെ അധിപനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് ഈ ലോകം മുഴുവന്, ശ്രീമാരെ നമസ്തേ, ലോകം മുഴുവന് അനുഗ്രഹീതമായിരിക്കുന്ന ഗുണങ്ങളെയും ഒക്കെ നൽകിക്കൊണ്ട് തൻ്റെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടതുകൊണ്ട് എല്ലാവരോടും തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ് രാമന്റെ അഭിഷേകം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും നല്ല സുദിനമായിരിക്കുന്ന പൂയം നക്ഷത്രത്തിൽ ഇതുപോലെ ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം അത് വളരെയധികം കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് ആ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കൊച്ചു രാജ്യങ്ങളുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്കായിട്ട് എത്തുകയും ചെയ്തു. ഷൈനി നമസ്തേ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് രാമന്റെ അഭിഷേകം എന്ന് പറയുന്നത്. യുവരാജാവായി തൻ്റെ മകനെ അഭിഷേകം ചെയ്യുവാനുള്ള ആഗ്രഹം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും തങ്ങൾക്ക് യാതൊരു വിധമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടാണ് മാറുന്നത്. ഒറ്റ രാത്രി കൊണ്ട്, ഒരു രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ രാമൻ ഈ അയോധ്യയുടെ രാജാവായി മാറുന്നു എന്നുള്ള സന്തോഷകരമായിരിക്കുന്ന, വളരെ ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥയെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവരെല്ലാവരും കൂടി ആ ദിവസം അവിടെ ഒന്ന് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിൻ്റെ കാഠിന്യത്തെ ആ രാജ്യം മുഴുവൻ അലയലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രാത്രിയുടെ ഒരു സമയത്ത് ദശരഥ മഹാരാജാവിൻ്റെ ഒരു പത്നിമാരിൽ ഒരാളായിരിക്കുന്ന കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് കൈകേയിയുടെ രാജദാസി എന്ന് പറയാം, വളരെ വികൃതമായ രൂപം ധരിച്ചവൾ, വികൃത സ്വഭാവമുള്ളവൾ എന്നൊക്കെ അതിന് പല അർത്ഥഭേദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊരു പക്ഷേ സ്വഭാവം കൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സ്ത്രീ, അവളുടെ പേര് മന്ധര എന്നാണ്. മന്ധരയ്ക്ക് ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ, അഭിപ്രായങ്ങൾ പലരും പലയിടത്ത് പറയുന്നുണ്ട്. എങ്കിൽ പോലും പറയുന്നത് അഭിപ്രായങ്ങളെല്ലാം വളരെ മോശമാണ്. പക്ഷെ എങ്കിൽ പോലും മന്ധര എന്ന
ഒരു സ്ത്രീ വളരെയധികം കൃത്യമായിട്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് എത്തും. പണ്ട് കാലത്ത് കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി വിവാഹം കഴിച്ചയക്കുമ്പോൾ അവളുടേതായിരിക്കുന്ന സുരക്ഷിതത്വത്തെയും അവളുടേതായിരിക്കുന്ന കാര്യങ്ങൾക്കുമായിട്ട് സഹായത്തിനായിട്ട് ഒരു ദാസിയെയും കൂടി അയക്കുന്ന പതിവുണ്ടായിരുന്നു പണ്ട് കാലത്ത് കൊട്ടാരത്തിലൊക്കെ. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ പ്രായോഗികമായിട്ട് അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രശോഭ, ചിലരുടെ പേരൊക്കെ കാണാം, ശശികുമാർ വക്കാട്ട്, അനുഗ്രഹിക്കണേ ഭഗവാനെ. തീർച്ചയായിട്ടും ശശിചേട്ടന് എന്നെ കൂടെ ചേർത്തായിരിക്കും പറഞ്ഞത് അനുഗ്രഹിക്കണേ എന്ന്. തീർച്ചയായിട്ടും ശശിചേട്ടൻ്റെ വാക്കുകൾ അർത്ഥവത്താവട്ടെ. അപ്പൊ അങ്ങനെ കൈകേയിയുടെ അനുഗ്രഹം സാന്നിധ്യം ആ കൊട്ടാരത്തിൽ ദശരഥന്റെ ധർമ്മപത്നിയായി കാമപത്നിയായിട്ടാണെന്നാണ് പറയുന്നത്. കാമപത്നിയായി നിൽക്കപ്പെടുമ്പോൾ മന്ധര എന്ന ആ ദാസി കൂടി അവിടെ വന്നു. അപ്പോൾ മന്ധരയാണ് ഒപ്പം എപ്പോഴും ഉണ്ടാകണമെന്നാണ്. ഏതൊരു കാര്യത്തിനും അത്രയും കാലം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും ദാസിയായിട്ട് വരിക. അങ്ങനെ ദാസിയായിരിക്കുന്ന മന്ധര കൈകേയിയുടെ അന്തഃപുരത്തിനകത്ത് ചെന്നപ്പോൾ വളരെയധികം സന്തോഷവതിയായിരിക്കുന്ന അവസ്ഥയായിരുന്നു കൈകേയി. കൈകേയി മന്ധരയോട് ചോദിക്കുന്നു, അയോധ്യ മുഴുവൻ സന്തോഷത്തിന്റെ ഒരു കാറ്റ് തന്നെ വീശുന്നതായി തോന്നുന്നു. അനവധി ശബ്ദകോലാഹലങ്ങൾ അയോധ്യയിൽ നിന്ന് അങ്ങ് പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്നതായി എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു സവിശേഷമായിരിക്കുന്ന മനസ്സിന് ആനന്ദമുണ്ടാകുന്ന അല്ലെങ്കിൽ ഗുണകരമാകുന്ന എന്തെങ്കിലും വർത്തമാനം ഈ അയോധ്യയിൽ നടന്നുവോ അല്ലെങ്കിൽ ഇനി നടക്കാനിരിക്കുന്നുവോ? അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് വളരെയധികം ആഗ്രഹിക്കുന്നു. എന്താണ് ദശരഥ മഹാരാജാവിന് എന്തെങ്കിലും വിശേഷമുണ്ടോ? എൻ്റെ മകനായിരിക്കുന്ന രാവണനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എന്തെങ്കിലും സവിശേഷമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുവോ? എന്താണെങ്കിലും നീ അത് അല്പം പോലും സമയം, അതായത് ഒരു കണ്ണടച്ചു തുറക്കുവാനുള്ള സമയം പോലും എടുക്കാതെ നീ എന്നോട് പറയണം. അതിൻ്റെ ആ സന്തോഷം അയോധ്യാവാസികളെല്ലാവരും ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് കൂടി ആഘോഷിക്കാൻ ആഗ്രഹമുണ്ട്, പറയൂ നീ എന്ന് പറഞ്ഞു. വളരെ നിഷേധാത്മകമായിരിക്കുന്ന വിധത്തിൽ മന്ധര ആ കൈകേയിയുടെ അടുക്കലേക്ക് ചെന്നു. കൈകേയി മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് അയോധ്യ നഗരത്തിലെ ആനന്ദകരമായിരിക്കുന്ന കാഴ്ചകളെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മന്ധര അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഈ ലോകത്ത് ഇത്രയും വിഡ്ഢിയായിരിക്കുന്ന ഒരു സ്ത്രീ നീ അല്ലാതെ മറ്റൊരുവളില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇത്രയും നീചമായ വിധത്തിൽ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും മോശമായ വിധത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അധോഗതി ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ പരിചാരകയായി നിൽക്കേണ്ടി വന്ന എൻ്റെ ദുർവിധി ഓർത്ത് ഞാൻ ഈശ്വരനോട് സഹതപിക്കുന്നു. കൈകേയിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ഇത്രയും കാലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന മന്ധരയ്ക്ക് യാതൊരു കുറവുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാണ് താൻ നോക്കിയിട്ടുള്ളത്. തൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇത്രയും തൻ്റെ മുഖത്ത് നോക്കി ഇത്രയും കഠോരവും നികൃഷ്ടവുമായിരിക്കുന്ന വാക്കുകൾ മന്ധര പറയുന്നു എന്ന് ചിന്തിച്ചു കൈകേയി. മന്ധരയുടെ അടുക്കലേക്ക് കൈകേയി ചെന്നിട്ട് ചോദിച്ചു, എന്ത് കുറവുകളാണ് അല്ലയോ മന്ധരെ നിനക്ക് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല സൗകര്യങ്ങളും നിനക്ക് ഞാൻ നൽകിയിട്ടില്ലേ? മറ്റുള്ള പരിചാരകരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നീ ഇത്രയും ഘോരമായിരിക്കുന്ന വേദനാത്മകമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് എന്നെ കീറി മുറിക്കുന്നത്? എൻ്റെ ഹൃദയം, നിന്റെ ഓരോ വാക്കുകളും കൊണ്ട് എൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നു എന്ന് അറിയാമോ? അതും ഇത്രയും സന്തോഷകരമായിരിക്കുന്ന എന്തോ ഒരു വർത്തമാനം അല്ലെങ്കിൽ എന്തോ ഒരു സംഭവമുള്ള ഈ സാഹചര്യത്തിൽ എന്താണ് അതിനൊരു കാരണം നീ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോ മന്ധര പറയുകയാണ്, നീ അറിഞ്ഞുവോ ഈ അയോധ്യയ്ക്ക് ഒരു യുവരാജാവ് ഉണ്ടാകുന്നു.
അത് നീ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ വിടർന്ന കണ്ണുകളോടുകൂടി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണെങ്കിൽ പോലും മന്ധരയുടെ വാക്കുകൾ കേട്ട് കണ്ണുനീർ വന്ന് കഴിഞ്ഞ് ചുവന്നു തുടുത്ത ആ കൈകേയിയുടെ കണ്ണുകൾ വിടർന്നുകൊണ്ട് ചോദിച്ചു, അതെയോ, ഈ അയോധ്യയ്ക്ക് രാമനല്ലേ യുവരാജാവായി വരാൻ പോകുന്നത്? അതെത്രയും സന്തോഷകരമായിരിക്കുന്ന ഒരു വർത്തമാനം അത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ മന്ധര പറഞ്ഞു, അതെ, ഈ അയോധ്യയ്ക്ക് യുവരാജാവായി വരാൻ പോകുന്നു കൗസല്യയുടെ മകനായിരിക്കുന്ന രാമൻ. നിന്റെ മകനായിരിക്കുന്ന ഭരതനല്ല എന്നും നീ ഓർത്തുകൊള്ളണം. ഓ, അത്രയും പറഞ്ഞപ്പോഴത്തേക്കും കൈകേയി ചോദിക്കുക, അതിനെന്താ, കൗസല്യയുടെ മകനെന്നോ സുമിത്രയുടെ മകനെന്നോ കൈകേയിയുടെ മകനെന്നോ എനിക്കില്ല. എൻ്റെ മകനാണ് ഭരതനെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ, ഭരതനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ഈ പറഞ്ഞ കൗസല്യയുടെ മകനായിരിക്കുന്ന രാമനാണ്. രാമൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ്. എനിക്കും അതുപോലെ തന്നെയാണ്. രാമന്റെ സ്നേഹത്തിന് തുല്യമായിട്ട് ഒരിക്കലും ഭരതന്റെ സ്നേഹം ഉണ്ടാകില്ല, ലോകത്തൊന്നിന്റെയും സ്നേഹം ഉണ്ടാകില്ല എന്ന് ഈ കൈകേയി പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ഇത്രമാത്രം വളരെ മോശമായ മുഖഭാവത്തോടു കൂടി ആ മന്ധര അല്പം മാറി നിന്നിട്ട് പറഞ്ഞു, അല്ലയോ കൈകേയി, നീ ഒരു കാര്യം നീ ചിന്തിക്കണം. ഈ ലോകത്ത് പ്രസവവേദന അനുഭവിച്ച മക്കളോളം വരില്ല മറ്റൊരാളുടെ മകൻ അല്ലെങ്കിൽ മക്കൾ. അതെത്രയാണെന്ന് പറഞ്ഞാലും ശരി, അതിനെപ്പോഴും ഒരു അന്തരമുണ്ട്. ഈ അന്തരത്തെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ബുദ്ധിയില്ലാത്ത, ബുദ്ധിഹീനയായിരിക്കുന്ന ഒരു സ്ത്രീ ആയിപ്പോയല്ലോ നീ. അപ്പൊ കൈകേയി ചോദിക്കുന്നുണ്ട്, എന്താ നീ പറയുന്നത്? നീ എന്താണെങ്കിലും, നിന്റെ മനസ്സിലിരിക്കുന്നത് എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയൂ. അപ്പോൾ ചോദിച്ചു, അമ്മാവന്റെ രാജ്യത്തിലേക്ക് പോയി, കേകയ രാജ്യത്തേക്ക് പോയിരിക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും മനഃപൂർവ്വം ഉണ്ടെന്ന് മാറ്റി രാമന്റെ രാജ്യാഭിഷേകം ഇന്ന് നിശ്ചയിച്ച് നാളെ നടത്താൻ തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ അർത്ഥം നാളെ മുതൽ യുവരാജാവായി രാമൻ മാറുമ്പോൾ ഇവിടെ രാജമാതാവായി കൈകേയിയല്ല മാറുന്നത്, കൗസല്യയാണ് മാറുന്നത്. ആ കൗസല്യയുടെ ദാസിയായി നീ മാറേണ്ടി വരും എന്ന് നീ ഓർത്തുകൊള്ളണം. കൈകേയി പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. രാമനായാലെന്ത്, ഭരതനായാലെന്ത്, എനിക്കെല്ലാം ഒരുപോലെയല്ല ഉള്ളോ? ഒരിക്കലുമല്ല കൈകേയി. രാമന്റെ അമ്മയാണ് പ്രധാനപ്പെട്ടത്. രാമന്റെ അമ്മയും നീയും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ രാമൻ ആദ്യം ചെല്ലുന്നത് കൗസല്യയുടെ അടുക്കലാണ്. അതാണ് യഥാർത്ഥ പെറ്റമ്മയുടെ സ്ഥാനം. പെറ്റമ്മ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. അതെവിടെയായിരുന്നാലും ശരി, ഏതൊരാൾക്കായിരുന്നാലും ശരി. അപ്പോൾ പിന്നെ നിന്റെ സ്ഥാനം എവിടെയാണ്? അതുകൊണ്ട് നീ ഒന്ന് ഓർത്തുകൊള്ളൂ, നിന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സുവർണമായിരിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു നിമിഷം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കിട്ടില്ല. നിന്റെ മകനായിരിക്കുന്ന ഭരതന് വേണ്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യത്തിനുള്ളൊരു നിമിഷം. ഈ നിമിഷം ഇന്ന് നീ തള്ളിക്കളയപ്പെട്ടാൽ ഈ ലോകത്തെ ഏറ്റവും മൂഢയായിരിക്കുന്ന ഒരു അമ്മയാര് എന്ന് ചോദിച്ചാൽ അത് നീയാണെന്ന് ഈ ലോകം മുഴുവൻ പറയുമെന്ന് നീ ഓർത്തുകൊള്ളുക. കാലം അതിനൊരിക്കലും മാപ്പ് നൽകില്ല എന്ന് പറഞ്ഞു. അത് പറയുന്ന സമയത്താണ് കൈകേയി തിരിച്ചു ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, തന്റെ മകനായിരിക്കുന്ന ഭരതന് എന്തുകൊണ്ട് ഈ രാജ്യം ഭരിച്ചുകൂടാ? തന്റെ മകനെ ഇവിടെ നിന്ന് മാറ്റി. മന്ധര മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഒന്ന് നീ ആലോചിക്കണം, ഈ രാമന്റെ രാജ്യ അഭിഷേകത്തിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ട് കേകയ രാജ്യത്തെ അറിയിച്ചിട്ടില്ല? കേകയ രാജ്യത്ത് നിന്നും അതിന്റെ പ്രതിനിധികൾ ഉണ്ടായിട്ടില്ല. എന്തിന് ഇത്രമാത്രം തിടുക്കപ്പെട്ട് രാമന്റെ അഭിഷേകം നടത്തണം? അപ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ കൃത്യമായി പറയപ്പെടുമ്പോൾ അത് ഏതൊരാളുടെയും മനസ്സിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. മന്ധരയുടെ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മന്ധരയ്ക്ക് ആദ്യമേ ഒരു സമ്മാനം കൊടുത്തിരുന്നു. രാമന്റെ അഭിഷേക കാര്യം പറഞ്ഞപ്പോൾ തന്റെ കയ്യിലിരുന്ന ആഭരണം എടുത്ത് കൈകേയി സന്തോഷത്തോട് കൊടുത്തിരുന്നു.
കയ്യിൽ കിട്ടിയ ആഭരണം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് കൈകേയി മന്ധര ഇത് പറഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം അവൾ ഇതിന് കൊടുക്കുന്നുണ്ടോ എന്ന് കൈകേയി ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഭരതൻ ഇവിടെ ഇരിപ്പുണ്ടല്ലേ, നമ്മുടെ ഭരതൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഭരതൻ എന്ന തൻ്റെ മകന് കൊടുക്കാതെ ഭരണം കൊടുക്കാതെ രാമൻ ഈ രാജ്യത്തിൻ്റെ ഭരണം കയ്യേറി കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനവും ഭരതന്റെ സ്ഥാനവും എല്ലാം വളരെയധികം മോശകരമാകുമെന്ന് ബോധ്യപ്പെടുത്താൻ മന്ധരയുടെ വാക്കുകൾക്ക് സാധിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല മന്ധരമാരും നമ്മുടെ മുമ്പിൽ വരുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചാൽ മന്ധരയ്ക്ക് ദേവന്മാരുണ്ടാക്കി വിട്ട ആളാണെന്നാണ് പറയുന്നത്. രാവണവധത്തിന് വേണ്ടി ദേവന്മാരുണ്ടാക്കി വിട്ട ആളാണ് മന്ധര എന്ന് പറയപ്പെടുന്നുണ്ട്. അതെന്തായിക്കൊള്ളട്ടെ, പക്ഷെ ഈ മന്ധര നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളെയും നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മോശമായ വിധത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പലരും അങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുമുണ്ട്. നമ്മുടെ ബന്ധുക്കൾ, നമ്മളുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾ, അവിടെ എവിടെ നിന്നെങ്കിലും ആകാം ഒരു മന്ധര നമ്മുടെ മുമ്പിൽ വരും. അതൊരാണുമാകാം, അതൊരു പെണ്ണുമാകാം. പക്ഷേ അവരുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് വിഷമാണ്. അത് എത്രയായിരുന്നാലും അത് മാറ്റിയെടുക്കാൻ സാധിക്കത്തില്ല. പണ്ട് അതിനൊരു കഥ പറയുന്നുണ്ട്. പണ്ട് ഒരാൾക്ക് ഒരു പാമ്പിനോട് സ്നേഹം തോന്നി. ഒരു കൊച്ചു പാമ്പിനെ കിട്ടി, ഒരു പാമ്പ് കുഞ്ഞിനെ കിട്ടി. അയാൾ അവിടെ കൊണ്ടുപോയി അതിനെ വളർത്തുമ്പോൾ അതിനെ തന്നോടൊപ്പമാണ് കിടത്തിയിരുന്നത്. കുറെ കാലം കഴിഞ്ഞ് ഒരു വൈദ്യരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എൻ്റെ പാമ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് എൻ്റെ അടുക്കൽ കിടക്കുന്നു, അത് പലപ്പോഴും അസ്വസ്ഥമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വൈദ്യൻ പറഞ്ഞു, ഞാൻ ആ പാമ്പിനെ ഒന്ന് കാണട്ടെ എന്ന്. പാമ്പിനെ ഒന്ന് കണ്ടു. അവർ ഒരുമിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ വൈദ്യൻ പറഞ്ഞു, നീ എത്രയും വേഗം ഈ പാമ്പിനെ കൊണ്ടുവന്ന് കാട്ടിലേക്ക് വിടണം. കാരണം കുറെ ദിവസമായി ഇവൻ ചിന്തിക്കുന്നത് നിന്നോളം ആയി കഴിയുമ്പോൾ നിന്നെ എങ്ങനെ വിഴുങ്ങാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്വഭാവമുള്ളവർ നമ്മളോടൊപ്പം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ ജീവിതത്തിൽ അങ്ങനെ ഒരാൾക്കാരുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിയെടുക്കുവാൻ സാമാന്യനയുള്ള ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു സാമാന്യന ബോധമുള്ളവരായി നമ്മൾ മാറപ്പെടണം. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറയാം അത് സാരമില്ല, പോകട്ടെ. അതുകൊണ്ട് വരുന്ന ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നവർ അവരൊരു പക്ഷേ ഗുണത്തിനായിട്ടാണോ ദോഷത്തിനായിട്ടാണോ സംസാരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമാകാൻ നമുക്ക് സാധിക്കപ്പെട്ടാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പലതും നമുക്ക് നഷ്ടമാകും. ഇവിടെ മന്ധര ചെയ്തതും കൈകേയിയോട് അതുതന്നെയാണ്. മന്ധരയുടെ ആ വാക്കുകളാണ് കൈകേയിയെ ഏറ്റവും നീചമായിരിക്കുന്ന സ്വഭാവമുള്ളവൾ എന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ട, എത്രയും മോശമായിരിക്കുന്ന ഒരു അമ്മയാര് എന്ന് ചോദിച്ചാൽ കൈകേയിക്ക് തുല്യമായി മറ്റൊരു സ്ത്രീയെ പറയാനില്ല. മഹാഭാരതത്തിലെ ഗാന്ധാരിയെ പോലും അങ്ങനെ പറയില്ല. കാരണം ഗാന്ധാരി പോലും തൻ്റെ മകനായിരിക്കുന്ന ദുര്യോധനനോട് പറഞ്ഞത് എവിടെയൊക്കെ ധർമ്മമുണ്ടോ അവിടെ മാത്രമേ വിജയമുള്ളൂ എന്നാണ്. നീ പോയി യുദ്ധം ചെയ്യാൻ ഗാന്ധാരി ഒരിക്കലും ദുര്യോധനാദികളോട് പറഞ്ഞിട്ടില്ല. സ്വന്തം മക്കളെ മുഴുവൻ കൊന്നിട്ട് വന്ന കൃഷ്ണനെ മാത്രമേ ശപിച്ചിട്ടുള്ളൂ. അതും എന്തിനാണ്? തനിക്ക് ഒരാളെങ്കിലും വായ്ക്കരയിടുവാനെങ്കിലും നീ നൽകിയില്ലല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരമ്മ എന്ന് പറയുന്ന തലത്തിൽ ഏറ്റവും നികൃഷ്ടമായ വിധത്തിൽ, മോശമായ വിധത്തിൽ മറ്റൊരമ്മയുടെ കണ്ണുനീരുണ്ടാക്കിയെടുക്കുവാൻ തയ്യാറായി നിന്ന ഒരേ ഒരു സ്ത്രീ കൈകേയി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മൾ പുറത്തു നിന്ന് കാണുന്ന ഒരു പക്ഷം, മറിച്ച് അപ്പുറത്ത് മറ്റൊരു പക്ഷവും കൂടിയുണ്ട്. കാരണം മന്ധര ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ
മന്ധരയോട് തന്നെ ചോദിക്കുന്നു, നീ ഒരു ഉപായം പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, പണ്ട് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൈകേയി, ഒരു 2 വരങ്ങൾ നിനക്ക് നൽകാമെന്ന് ദശരഥൻ പണ്ടു പറഞ്ഞ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യൂ, ആ 2 വരങ്ങൾ ഇപ്പോൾ വേണമെന്ന് നീ പറയൂ. ആ 2 വരങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇപ്പോൾ തന്നെ പറയൂ എന്ന് ചോദിച്ചു. അതിലൊന്ന് ഭരതനെ രാജാവാക്കണമെന്നും 2 14 വർഷക്കാലം രാമനെ വനവാസത്തിന് അയക്കണമെന്നും ഉള്ള ആവശ്യം നീ ഉന്നയിക്കണം. ഈ 2 വരങ്ങൾ നീ ചോദിക്കണം. കൈകേയി മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും ഈ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊരു കൃത്യതയുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ആവശ്യമാണ് തനിക്ക് എന്ന് മനസ്സിലാക്കിയ കൈകേയി ഉടൻ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾക്കായി മാനസികമായി തയ്യാറെടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞപ്പോഴുണ്ട്, കൊട്ടാരത്തിൽ നിന്നും ആദ്യം എത്തുന്നത് കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് ദശരഥൻ. അപ്പോൾ ദശരഥൻ കൈകേയിയുടെ കൊട്ടാരത്തിനകത്തേക്ക് അന്തഃപുരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെയെല്ലാം ചിതറിക്കിടക്കുന്ന അലങ്കാരങ്ങളെയും ഒപ്പോൾ ദുർഗന്ധം വമിക്കുന്ന അന്തരീക്ഷത്തെയും കണ്ടു എന്നാണ് ദശരഥൻ. ഓടി വന്നു കൈകേയിയുടെ അടുക്കലേക്ക് ചോദിച്ചു, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അന്തഃപുരത്തിനകത്തേക്ക് കയറിയപ്പോൾ വികൃത വേഷധാരിയായി തറയിൽ കിടക്കുന്ന കൈകേയിയെ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവ് ഓടി വന്ന് നിലത്തു നിന്നും ആ കൈകേയിയെ താങ്ങിയെടുത്ത് തന്റെ കട്ടിലിലേക്ക് ഇരുത്തി ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിക്കപ്പെട്ടത്? എന്ത് ബുദ്ധിമുട്ടാണ് നിനക്കുണ്ടായിട്ടുള്ളത്? നിന്റെ മനസ്സിന് വിഷമമുണ്ടായ അതിന്റെ കാരണം എന്താണെന്ന് നീ എന്നെ അറിയിക്കൂ. ഈ അയോധ്യാധിപനായിരിക്കുന്ന ദശരഥന്റെ ഭാര്യയായിരിക്കുന്ന നിനക്ക് വിഷമമുണ്ടാകുന്ന എന്ത് സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്ന് നീ പറയൂ എന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറയുന്നുണ്ട്, അങ്ങ് ഏറ്റവും വലിയൊരു കാര്യം എന്നോട് പറയാൻ അങ്ങ് വിട്ടുപോയി. രാമനെ രാജ്യത്തെ ഈ അയോധ്യയുടെ രാജാവാക്കാൻ പോകുന്നുവെന്ന്. അപ്പോൾ ദശരഥൻ പറയുന്നുണ്ട്, അത് ഞാൻ സന്തോഷത്തോടുകൂടി നിന്നോട് പറയാൻ വന്നതാണ്. കാരണം രാമനെ ഈ രാജ്യത്തിന്റെ രാജാവാക്കുക എന്നുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ആദ്യം സന്തോഷിക്കുന്നവൾ നീയാണെന്ന് എനിക്കറിയാം. ആ ദശരഥന്റെ വിശ്വാസമാണത്. തന്റെ ഭാര്യയെ പറ്റിയുള്ള ഭർത്താവിന്റെ വിശ്വാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ആ വാക്കുകൾ. അപ്പോൾ അതുകൊണ്ട് അത് പറയുവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നിന്റെ അടുക്കലേക്ക് വന്നതാണ്. കൗസല്യയുടെ അടുക്കലേക്കല്ല ഞാൻ വരുന്നത്, ആദ്യം നിന്റെ അടുക്കലേക്കാണ്. അപ്പോൾ കൈകേയി പറഞ്ഞു, ഞാൻ അങ്ങയോടൊരു കാര്യം പറയട്ടെ. അങ്ങയുടെ തീരുമാനം എന്തായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ പണ്ട് ഒരു യുദ്ധകാലത്ത് അങ്ങ് ഓർക്കുന്നുണ്ടോ? അന്ന് ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരായിരിക്കുന്ന ഈ ലോകത്തുള്ള സകല പഞ്ചഭൂതങ്ങൾ സഹിതം സാക്ഷിയായി അങ്ങ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യമുള്ള 2 വരങ്ങൾ നീ ചോദിച്ചാൽ ആ വരങ്ങൾ ഞാൻ നിനക്ക് എന്തായിരുന്നാലും നൽകിക്കൊള്ളാമെന്ന്. അപ്പോൾ ദശരഥൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത്രയും കാലമായിട്ടും ഞാനതൊരിക്കലും മറന്നിട്ടില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും നിനക്ക് ആ വരങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ ആ 2 വരങ്ങൾ ഇപ്പോൾ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ഒന്ന്, എന്റെ മകനായിരിക്കുന്ന ഭരതനെ അങ്ങ് രാജാവായി മാറ്റണം. 2, ഈ അങ്ങയുടെ നാളെ രാജാഭിഷേകം നടത്താൻ പോകുന്ന കൗസല്യാത്മജനായിരിക്കുന്ന രാമനെ 14 വർഷം ജടാവൽക്കലധാരിയായി തന്നെ വനവാസത്തിന് വേണ്ടി 14 വർഷക്കാലം കാട്ടിലേക്ക് അയക്കണം. വെള്ളിടി വെട്ടിയ സാഹചര്യം പോലെ ദശരഥ മഹാരാജാവ് ഇത് കേട്ട് മോഹാത്സ്യപ്പെട്ടു വീണു എന്നാണ് പറയുന്നത്. അത് വീണ് കഴിഞ്ഞ് അവിടെ നിന്നും ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ദശരഥൻ തന്ന് കൈകേയിയുടെ മുമ്പിൽ ചെന്ന് തൊഴുകൈകളോടുകൂടി പറയുന്നു, ഈ ലോകത്ത് ദശരഥൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ എന്ന് പറയുന്നത് അല്ലയോ കൈകേയി, നിന്നെയാണ് ഞാൻ. നിന്റെ വായിൽ നിന്ന് കേൾക്കരുതാത്ത ഏറ്റവും മോശമായിരിക്കുന്ന ഒരു കാര്യം ഇതാ
ഞാൻ കേട്ടിരിക്കുന്നു. അതൊരിക്കലും സത്യമാകരുതേ എന്ന് ഞാൻ പറയുന്നു. തമാശയ്ക്കാണെങ്കിൽ പോലും നിന്നിൽ നിന്നും അങ്ങനെ ഒരു കഠോരമായിരിക്കുന്ന വാക്കുണ്ടാകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പറയൂ, എന്താണ് നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ടുണ്ടോ? നീ പറഞ്ഞതിന്റെ പൊരുളും അർത്ഥവും അതിന്റെ അർത്ഥവ്യാപ്തിയും എത്രമാത്രമാണെന്ന് നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. നിന്റെ വാക്കുകൾ നീ പിൻവലിക്കാൻ തയ്യാറാകൂ കൈകേയി എന്ന് പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, ഒരിക്കലുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ സാക്ഷിയായിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു. അവരെല്ലാം സാക്ഷികളാണ്. അതുകൊണ്ട് എനിക്ക് ആ വരം ഉടനെ വേണം. എനിക്ക് ആ വരം കിട്ടിയേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നാളെ എന്ന പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് ഈ കൈകേയിയിൽ ഭൂലോകത്തുണ്ടാകില്ല. കാരണം അങ്ങയെപ്പോലെ വാക്കുകൾ മോശമായി പറയുന്ന അല്ലെങ്കിൽ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഒരാളുടെ ഭാര്യയായി നിൽക്കുവാൻ താൻ യോഗ്യയല്ല എന്ന് വിചാരിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്ന കൈകേയിയുടെ വാക്കുകളുടെ മുമ്പിൽ ദശരഥ മഹാരാജാവ് നിലവിളിക്കുന്ന ഒരു സാഹചര്യം. ഇത് രാമായണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ തത്വമാണ് എന്നുള്ളതാണ്. കാരണം ഒരു കുടുംബ ജീവിതത്തിൽ, കഥകൾ ഒത്തിരി വിസ്തരിക്കാൻ പോകുന്നില്ല, പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ ദശരഥന്റെ അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദശരഥൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായി നമ്മൾ കണ്ടാൽ ഭർത്താവായി മാത്രമല്ല നമ്മൾ കാണേണ്ടത്, തിരികെയും നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാം. കൈകേയിയുടെ വാക്കുകൾ, ഭാര്യയുടെ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ നിസ്സഹായാവസ്ഥയെയും ഭർത്താവിൽ നിന്ന് ഒരു മോശമായ വാക്കുകൾ കേട്ട് നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വന്ന ഒരു ഭാര്യയുടെയും അവസ്ഥ, ഇത് രണ്ടും ദശരഥനെ കൊണ്ട് നമ്മൾ ചിന്തിക്കണം. പുരുഷന് മാത്രമല്ല ഇങ്ങനെ സാഹചര്യം വരുന്നത്, സ്ത്രീകൾക്കും ഭാര്യമാർക്കും ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് മറുപടികൾ പറയാൻ സാധിക്കാതെ വന്ന് നമ്മുടെ വായും മൂക്കും കൈകളും കാലുകളും എല്ലാം ബന്ധിച്ചുകൊണ്ട് അകത്തളങ്ങളിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. നിറകണ്ണുകളോടുകൂടി വിധിയെ പഴിക്കുകയല്ലാതെ നമുക്കൊന്നും അവിടെ സാധിച്ചിട്ടില്ല. രാമായണം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന ഒരു കാര്യമാണ്. ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും ചിലപ്പോൾ പറയുന്ന വാക്കുകൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി തന്നെ പറയുന്നു, അവിടെ ചിന്തിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച ഭാര്യയായിരിക്കുന്ന കൈകേയിയെ കൊല്ലാൻ ഒരുപക്ഷെ ദശരഥന് അവകാശമുണ്ട്. ഈ ലോകം ഒരിക്കലും പഴിക്കില്ല. കാരണം എന്താണ്? രാമൻ അത്രമാത്രം നല്ല വ്യക്തിത്വമുള്ള ആളാണ്, വ്യക്തിയാണ്. മകനായിരിക്കുന്ന ഭരതൻ പോലും അതിനെ തെറ്റു പറയില്ല. അതുകൊണ്ട് ദശരഥൻ അത് ചെയ്തിരുന്നാൽ പോലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ വർത്തമാനം മുഴുവൻ കൈകേയിയെ ദശരഥൻ പറയുന്ന വാക്കുകൾ എത്ര വളരെ വളരെ മോശമായിരിക്കുന്ന, പിശാചമായിരിക്കുന്ന സ്ത്രീയാണ് നീ എന്ന് പറഞ്ഞു. നിന്റെ മനസ്സിലേക്ക് ഈ വിഷം കുത്തിയിറക്കിയ ഏത് ദുഷ്ടയാണ് ഈ ലോകത്തുള്ളത്? കാളകൂട വിഷത്തിനേക്കാൾ വിഷം ഉള്ള ഈ വാക്കുകൾ ഉണ്ടാക്കിയവരാരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദശരഥൻ അവിടെ. പക്ഷേ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ പോലും ഈ വർത്തമാനമെല്ലാം അയോധ്യ മുഴുവൻ അറിഞ്ഞു. അങ്ങനെ അയോധ്യയിൽ മുഴുവൻ അറിഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ആ രാജ്യം മുഴുവൻ, അയോധ്യ മുഴുവൻ ഇതറിഞ്ഞു. അതിരാവിലെ തൻ്റെ അച്ഛനെ കാണാനായി രാമൻ വരുന്ന സമയത്ത് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വസിഷ്ഠ മഹർഷി രാമനോട്, അച്ഛനെ കാണുവാൻ ഇപ്പോൾ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അച്ഛൻ ഒരു വലിയ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിലാണ്. കാരണം ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായിട്ട് ആചരിക്കേണ്ട ഒരു സമയമാണ് ഈ അയോധ്യയിൽ. പക്ഷേ ഇന്ന് ഇവിടെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി കാര്യങ്ങളെല്ലാം രാമനെ ധരിപ്പിച്ചു. ഇതെല്ലാം കേട്ടിട്ട് രാമനോട് വസിഷ്ഠ മഹർഷി അതിന് ഉപായവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങനെയൊന്നും, ദശരഥനാണ് വാക്കു കൊടുത്തിരിക്കുന്നത്,
ഇന്ന് രാജ്യാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വാക്കിന് വിലയില്ല, പിന്നെ അദ്ദേഹം രാജാവല്ല. എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഞാൻ വാക്ക് കൊടുത്തെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് എത്താം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് രാജ്യാഭിഷേകത്തിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ രാമൻ എന്ന നല്ല മകൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. തൻ്റെ മാതാപിതാക്കൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറയാതെ തന്നെ അറിഞ്ഞു ചെയ്യുന്ന ഉത്തമനായിരിക്കുന്ന മകനുണ്ട്. അവർ പറഞ്ഞിട്ട് കേൾക്കുന്ന മധ്യമനായിട്ടുള്ള മകനുണ്ട്. അവർ പറഞ്ഞിട്ടും കേൾക്കാത്ത അധമന്മാരായിരിക്കുന്ന മക്കളുണ്ട്. അതാണ് 3 വിധത്തിലുള്ള മക്കളെ രാമായണം പറഞ്ഞു തരുന്നത്. അങ്ങനെ 3 വിധത്തിലുള്ള മക്കളിൽ ഞാൻ ഉത്തമനായിരിക്കുന്ന മകനുള്ള ഒരച്ഛനാണെന്ന് എൻ്റെ അച്ഛൻ അഭിമാനത്തോടു കൂടി പറയണം. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അനുസരിക്കാൻ ഞാൻ സദാ സന്നദ്ധനാണെന്ന് അങ്ങ് ദശരഥ മഹാരാജാവിനെ അറിയിക്കൂ എന്ന്. അങ്ങനെ ദശരഥ മഹാരാജാവിന്റെ അടുക്കൽ രാമന്റെ ഈ വാക്കുകൾ അറിയിക്കുകയും ആ രാജ്യത്ത് നിന്നും രാമൻ വനവാസത്തിന് പോവുകയാണ് എന്ന് ആ ലോകം മുഴുവൻ അറിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ ലോകം മുഴുവൻ അവിടെ ശപിക്കുന്ന ഒരു അവസ്ഥയാണ് കൈകേയിയെ. ഇത്രമാത്രം നികൃഷ്ടയായിരിക്കുന്ന, ഇത്രമാത്രം പൈശാചികമായിരിക്കുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീ, സ്വന്തം മകനെ രാജാവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ മനസ്സിനെ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ മറ്റൊരമ്മയുടെ കണ്ണുനീർ, ഈ അമ്മയെ കൈകേയിയുടെ പോലെ തന്നെ ഒരമ്മയാണ് കൗസല്യയും. തൻ്റെ മകന് അവകാശം കൊടുക്കാം, വേണമെങ്കിൽ പറയാം തൻ്റെ മകനും കൂടി അവകാശപ്പെട്ടതായതുകൊണ്ട് പാതി അവകാശം ഭരതന് കൂടി കൊടുക്കണമെന്ന് പറയാം. അതൊരു ന്യായവും മര്യാദയുമാണ്. പക്ഷേ കൈകേയിയെ ന്യായീകരിക്കാൻ ലോകത്തൊരാളും തയ്യാറാകാതെ നിന്നു. പക്ഷേ കൈകേയി മനസ്സുകൊണ്ട് ചിന്തിച്ചത് തൻ്റെ മകന് സുരക്ഷിതത്വത്തോടു കൂടിയുള്ള രാജ്യഭരണമാണ്. ആ സുരക്ഷിതത്വത്തോടു കൂടിയുള്ള രാജ്യഭരണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന കൈകേയി. പക്ഷേ വിധിയുടെ ബലമെന്ന് പറയുന്നത് വളരെയധികം വിചിത്രമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും പലതും പല രീതിയിലാണ്. അങ്ങനെ ആ സാഹചര്യത്തിലാണ് കൈകേയിയുടെ ഈ ആവശ്യം കേട്ട് എല്ലാവരുടെയോടും ഈ തന്റെ തീരുമാനം അറിയിച്ച രാമൻ തന്റെ ഭാര്യയായിരിക്കുന്ന സീതയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാട്ടിലേക്ക് പോവുകയാണ്. അച്ഛൻ പണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്കനുസരിക്കാൻ മകൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാണെങ്കിൽ, അച്ഛന്റെ മകനായതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം സ്വീകരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്ക് നടപ്പിലാക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല? എനിക്ക് കാടും അയോധ്യയും എല്ലാം ഒരുപോലെയാണ്. അച്ഛന്റെ വാക്കുകൾക്ക് എന്താണോ ബലം, അതാണ് ഒരു നല്ല മകനെങ്കിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് സീത, എനിക്ക് പോകുവാനുള്ള അനുവാദം നൽകണം. തൻ്റെ ഭാര്യയോട് ചോദിക്കുന്ന ഒരു നല്ല ഭർത്താവായി രാമനെ നമ്മളവിടെ കാണുമ്പോൾ സീതാദേവി പറഞ്ഞ വാക്കും എന്താണ്? ആ വളരെ സുന്ദരമായിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ അധ്യാത്മരാമായണത്തിൽ പറഞ്ഞതില്ലേ. സ്വന്തം ഭർത്താവിനോടൊപ്പം രാമൻ പറയുന്നുണ്ട്, കല്ലും മുള്ളും ഉള്ള വഴി കൂടെ പോകുന്നതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഭർത്താവിനോടൊപ്പം കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടന്നാലും അത് ഒരു നല്ല ഭാര്യയാണെങ്കിൽ അവളുടെ പാദങ്ങൾക്ക് അത് പുഷ്പബാണോപമം അല്ലെങ്കിൽ പൂക്കളിൽ കൂടി നടക്കുകയാണ് എന്ന് തോന്നും. അതുകൊണ്ട് അങ്ങയോടൊപ്പം തന്നെ എന്നെ കൂടി കൊണ്ടുപോകുവാനും അങ്ങയെ പരിചരിക്കുക, ഭർത്താവിനെ പരിചരിക്കുക എന്നുള്ള ഒരു ഭാര്യയുടെ അവകാശത്തെ, അധികാരത്തെ അങ്ങ് അനുവദിക്കപ്പെടുകയും ചെയ്യണം. കാരണം അച്ഛൻ്റെ വാക്കുകൾക്ക് അങ്ങ് ഈ കൊടുക്കുന്ന മര്യാദയും ന്യായവും എനിക്ക് കൂടി അങ്ങ് നൽകണം. കാരണം എന്താണ്? ഒരു ഭാര്യയായാൽ ഭർത്താവിൻ്റെ പാദപൂജ ചെയ്തുകൊണ്ട് ഭർത്താവിനോടൊപ്പം നിൽക്കേണ്ടവളാണ്. അതായത് ഭർത്താവിൻ്റെ നിഴലായി നിൽക്കേണ്ടത് ഭാര്യയാണ്. അതുകൊണ്ട് അതിനുള്ള അനുവാദം അങ്ങ് എനിക്ക് നൽകണമെന്ന് പറയുമ്പോൾ അതിനുള്ള അനുവാദവും സീതാദേവിക്ക് രാമൻ കൊടുക്കുന്നു. ഒപ്പം ലക്ഷ്മണനും കൂടി വരുന്നു പോകുവാൻ. ഇതം വടക്ഷീരമാശു നീ കൊണ്ടുവരിക, പേരാലിന്റെ കറ കൊണ്ടുവന്ന്
വൽക്കലത്തിലെല്ലാം തലമുടിയിലെല്ലാം തേച്ച് ജടയുണ്ടാക്കി ജടയി പഠിപ്പിച്ചിട്ട് അവിടെ നിന്നും അതായത് സന്യാസ വേഷധാരിയായിട്ട് വൽക്കലധാരിയായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അങ്ങനെ കാട്ടിലേക്ക് പോകുവാനായി എല്ലാവരോടും യാത്ര ചോദിക്കുന്നുണ്ട് രാമൻ. അങ്ങനെ എല്ലാവരോടും യാത്ര ചോദിച്ച് ആ യാത്ര പുറപ്പെടാൻ തുടങ്ങുന്നത് വരെ നമുക്ക് ഇന്നുകൊണ്ട് ചിന്തിച്ചു നിൽക്കാം. ഇനിയുമുള്ള സമയത്ത് നമുക്ക് നാളെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭഗവാന്റെ യാത്രയെ പറ്റിയുള്ള വിവരണം തുടങ്ങാം. ഇനിയും 2 മണി കഴിഞ്ഞു. 2:30 ആകുമ്പോൾ എനിക്ക് ഒരു യാത്രയെ പോവുകയാണ്. ഒരു പൂജ നടക്കുകയാണ്, അവിടേക്ക് പോകണം 2:30 ആകുമ്പോഴേക്കും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുവാൻ സാധിക്കട്ടെ. പറ്റുവാണെങ്കിൽ നാളെയും ഉച്ചയ്ക്കൊന്ന് വന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയാം. നാളെയും കൂടി ഉച്ചയ്ക്ക് പറയാം. നാളെ വൈകിട്ട് കൂടി എനിക്ക് അല്പം തിരക്കുണ്ട്. അപ്പം അതുകൊണ്ട് നാളെയും ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു രീതിയിൽ വരുന്നതിന് നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ, ഇന്ന് ആരൊക്കെയാണ് വന്നതെന്ന് പോലും എനിക്കറിയില്ല. ലതാദേവി, ഗിരീഷ് ഗോപി, അജിതാ മുരളി, ഗീതാജി പിള്ള, ഭരതൻ, രാജേശ്വരിയൊക്കെ, പ്രശോഭ് CP. ആ പ്രശോഭിനെയൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു, ഒന്നില്ല. സതീഷ്, ശ്രേയസ്, കാവ്യ, സ്നേഹ പൂജമലർ. അപ്പം അങ്ങനെ ഇന്ന് ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് കാണുന്നവരുണ്ട്, പല അവസ്ഥകളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിദേശത്ത് ഇരുന്നു കൊണ്ട് എൻ്റെ ഒരു പ്രിയ കൂട്ടുകാരിയുണ്ട്. തിരുമേനി രാത്രി ഭക്ഷണ ശേഷം രാമായണ വായിച്ചുകൂടെന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനൊന്നും ഇല്ലമ്മേ. ഭക്ഷണം കഴിച്ചതുകൊണ്ട് രാമായണം വായിക്കരുതെന്നും എങ്ങും ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ വായിക്കാം, ധൈര്യമായിട്ട് അമ്മയ്ക്ക് വായിക്കാം. സ്വസ്ഥമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കി, ചിലപ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കേണ്ടവരുണ്ടാകും. ആ മരുന്നൊക്കെ കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് എപ്പോഴാണെങ്കിലും സ്വസ്ഥമായി ഇരുന്ന് വേണം രാമായണമാണെങ്കിലും ഭാഗവതമാണെങ്കിലും വായിക്കാൻ. അതുകൊണ്ട് ധൈര്യമായിട്ട് അമ്മയ്ക്ക് അത് അങ്ങനെ വായിക്കാം. വായിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഈ ചിലർ വായിക്കുന്ന കേൾക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയണം. അത് ഈ മന്ധരയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ല, ആ പറഞ്ഞത് വേറൊരു മന്ധരയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ വിചാരിച്ചോ ഇത് ഒരു മന്ധരയാണ്. നമ്മുടെ മുമ്പിൽ വന്ന മന്ധര കൈകേയിയോട് രാമന്റെ അഭിഷേകം തടസ്സപ്പെടുത്താൻ പറഞ്ഞതുപോലെ നമ്മുടെ രാമായണ പാരായണം തടസ്സപ്പെടുത്താൻ വന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഒരാൾ വായിക്കുന്നതിലൊക്കെ ഈ തെറ്റുകുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട, മന്ധരമാരാണെന്ന് വിചാരിച്ചാൽ മതി. മന്ധരമാർ പല വിധത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സൗദിയിൽ നിന്നൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരി ഇത് കേൾക്കുന്നുണ്ട്. അപ്പം അത് എനിക്ക് ഒരുപാട് പേര് അമ്മ വായിക്കാം. അമ്മയ്ക്ക് ധൈര്യമായിട്ട് വായിക്കാം. ബീന ആനന്ദൻ മസ്കറ്റിലെ മകൻ്റെ അടുക്കലാണ്. ഓക്കെ അമ്മേ, തീർച്ചയായിട്ടും മോനോട് എൻ്റെ അന്വേഷണം അറിയിക്കണം. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോടും മസ്കറ്റ് അവിടെ അറിയിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവിടെ ഇരുന്ന് നമുക്കിത് കേൾക്കാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. എന്തായിരുന്നാലും അതിൻ്റെ മകനോട് പ്രത്യേകം എൻ്റെ അന്വേഷണം അറിയിക്കണം. പിന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ധൈര്യമായിട്ട് അമ്മ വായിച്ചോളൂ. രാമായണമൊക്കെ വായിക്കണം. നല്ലപോലെ സ്വസ്ഥമായിട്ടിരുന്ന് രാമായണം എപ്പോൾ രാമായണം വായിച്ചാലും ഒരു ഭാഗമേ വായിച്ചുള്ളൂ. അത് ഇപ്പം ഒരു ഭാഗം തന്നെ പല പ്രാവശ്യം വായിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലായില്ല, ഒന്നുകൂടി അത് വായിക്കാം. അങ്ങനെ ഒന്നുകൂടി വായിച്ച് നമുക്കത് മനസ്സിലാകുന്നത് വരെ വേണമെങ്കിൽ നമുക്കത് വായിക്കാം.
അല്ലാതെ ഇത് ഓടിച്ച് വായിച്ചിട്ട് പട്ടിണി കിടന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ട് ഇത് വായിച്ചിട്ട് നമുക്കാരും ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്ന്, ഇപ്പം ഒരാൾ ഇന്നലെ ചോദിച്ച് കുറേ നേരം ഞാൻ ഒരു സ്ഥലത്ത് പോയതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് രാമായണം വായിക്കണമെന്ന് തോന്നി. അപ്പോൾ അവിടുന്ന് രാമായണം എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആ അമ്മ തെക്കോട്ടിരുന്നാണ് വായിച്ചത്. അപ്പോൾ ആ വീട്ടുകാർ വന്ന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി, തെക്കോട്ടിരുന്ന് രാമായണം വായിച്ച് ദോഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഇത് തെക്കാണെന്ന് അറിഞ്ഞില്ല. അപ്പം ഇവിടെ വന്നിരുന്ന് സ്വസ്ഥമായ സ്ഥലത്ത് ഒരു സോഫയിലോട്ട് ഇരുന്ന് അങ്ങ് വായിച്ചു എന്നുള്ളതിൽ ഇന്നും വായിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ രാമായണം ഇരുന്നപ്പോൾ എടുത്ത് വായിച്ചു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം വായിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ അമ്മ വളരെ വിഷമത്തോടു കൂടിയാണ് അത് ഇന്നലെ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും അത് ഒരു തെറ്റല്ല. നമുക്ക് പറ്റും തെക്കോട്ടിരുന്ന് വായിക്കുന്നത്. ഇപ്പം ഭഗവാന്മാർ എത്രയോ പേര് തെക്കോട്ടിരിക്കുന്നവരുണ്ട്. ദക്ഷിണാമൂർത്തി ഇരിക്കുന്നത് തെക്കോട്ടാണ്. കൊട്ടാരക്കര ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് തെക്കോട്ടാണ്. തെക്കോട്ടിരുന്നത് കൊണ്ട് ഒരു ദേവതയും നമ്മളെ ഇവിടെ വിരോധം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഉള്ളതിൽ ഏറ്റവും നല്ലത് കിഴക്കോട്ടാണ് എന്നുള്ളതാണ്. എപ്പോഴും നല്ലത്, ആദ്യത്തെ നല്ലത് കിഴക്കോട്ടാണ്, പിന്നെ പിന്നെ വടക്കോട്ടും ആണ് ചെയ്യേണ്ടതെന്ന്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ തെക്കോട്ട് നമ്മളിപ്പം മരണസംബന്ധമായ ചടങ്ങുകളാണ് തെക്കോട്ടിരുന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നത്. തെക്കോട്ടിരുന്ന് അങ്ങനെ ചെയ്യാൻ കാരണം തെക്കിൻ്റെ ദേവനാണ്, മരണത്തിൻ്റെ ദേവനായി കാണപ്പെടുന്നത് യമധർമ്മനെയാണ്. യമധർമ്മൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തെക്കായതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ പറയുന്നത് യമധർമ്മൻ എന്നാണ്. ധർമ്മമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ധർമ്മമുള്ളവൻ്റെ പുത്രനായി ധർമ്മപുത്രനെ യുധിഷ്ഠിരനെ നമ്മൾ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊന്നും ഒരിക്കലും ഒരു രാമായണം ഒരു വീട്ടിൽ തെക്കോട്ടിരുന്ന് വായിച്ചത് കൊണ്ട് ആ വീടിന് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയുമില്ല. അങ്ങനെയുള്ളതൊന്നുമല്ല രാമായണം എന്നുള്ള ബോധം. കാരണം വിശ്വാസങ്ങളാകാം നമുക്ക്, അന്ധവിശ്വാസങ്ങൾ ഒരിക്കലും നമ്മളെ സ്വാധീനിക്കപ്പെടരുത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. രാമായണം വീട്ടിൽ വെച്ചാൽ രാവണ യുദ്ധം ഉണ്ടാകുമെന്നും സീതയെ തട്ടിക്കൊണ്ടു പോകുമെന്നും ഒക്കെ ഓരോരുത്തരും പറയപ്പെടുന്നുണ്ട്. അതൊന്നും അല്ല ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സങ്കല്പമെന്ന് ഒരിക്കൽ പോലും രാമായണം വായിക്കാത്തവർക്ക് തോന്നും. അതിൽ നമുക്ക് കുറ്റം പറയാനില്ല. കാരണം എന്താണ്, അവർ രാമായണം വായിച്ചേ അവർക്കത് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് രാമായണത്തെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് പോകാം. എൻ്റെ കൂട്ടുകാരൻ ശ്രീ ശ്യാമിൻ്റെ സഹോദരിയുണ്ട്, കൈപ്പഴയുള്ളതാണ്, ഇപ്പോൾ വിദേശത്താണ് എന്ന് തോന്നുന്നു, പുള്ളിക്കാരിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായിരുന്നാലും രാമായണം കൊണ്ടുവന്നിട്ടുണ്ട്, ദിവസം വായിക്കുന്നുണ്ട്. ഏത് ഭാഗം നമുക്കറിയുന്നില്ല, നാട്ടിലാണെങ്കിൽ അറിയാം. അത് നമുക്ക് ഒരു ഭാഗത്ത് നിന്ന് വായിച്ച് ഏതെങ്കിലുമൊക്കെ ഓരോ ഭാഗം വായിച്ച് അതിൻ്റെ ബാക്കിയായിട്ട് എപ്പോഴും വായിച്ച് നിർത്തേണ്ടത് ഏതെങ്കിലും ഒരു നല്ല ഭാഗത്ത് വേണം എന്നുള്ളതേ ഉള്ളൂ. ഒരു നല്ല ഭാഗം കൊണ്ട് വായിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷമായി നമുക്കത് നിർത്താം. ഒരു വിഷമിച്ച് നമ്മൾ ഒരു ഭാഗം നിർത്താതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലയിടത്ത് നമുക്ക് നിർത്താതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു തീരുന്നത് എവിടെയാണോ അവിടെ കൊണ്ട് നിർത്തണം. പിറ്റേ ദിവസം പുതിയ കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ചിലപ്പോൾ വലിയ ഭാഗത്തൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആകും നമുക്ക് ചിന്തിക്കേണ്ടത്. ചിലവാ അങ്ങനെ ഭഗവാൻ എന്ത് വലതും ഇടതും ഒക്കെ അങ്ങനൊന്നും പറയില്ലമ്മേ. വലതു ഭാഗമല്ല നിർത്തേണ്ട, അങ്ങനൊന്നുമില്ല. ഇടതു ഭാഗത്താണ് നല്ല കാര്യം വരുന്നതെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക. അങ്ങനെ വലതുഭാഗത്തെ നിർത്താവൂ എന്നൊന്നും അങ്ങനെ ഒരു വിധികളൊന്നും എങ്ങും രാമായണത്തിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ഈ പ്രാദേശികമായിട്ടൊക്കെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ്, അതിന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വലതുഭാഗത്ത് മോശമായ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ നിർത്താൻ പറ്റില്ല. പിന്നെ സൗകര്യപ്രദമായിട്ട് നമുക്ക് പേജ് എടുക്കുമ്പോൾ മനസ്സിലാകാൻ എളുപ്പം ആദ്യം നോക്കും നമ്മൾ വലതുഭാഗം ആയതുകൊണ്ടാണ് വലതുഭാഗത്ത് നിർത്താൻ പറയുന്നത് എന്നുള്ളത്. അല്ലാതെ വലതുഭാഗത്തെ നിർത്താവൂ എന്ന് ഇന്നും ഒരു വ്യവസ്ഥയില്ല. അതുകൊണ്ട് ഇടതുഭാഗത്ത് നിർത്തിയത് കൊണ്ട് അതൊരിക്കലും ദോഷമായിട്ടൊന്നും വരികയുമില്ല. അപ്പോൾ എന്തായിരുന്നാലും
എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ ഉച്ചയ്ക്ക് എന്തായാലും 1 മണിക്ക് തന്നെ വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. കുറെ കൂടി എനിക്ക് തോന്നുന്നു ഇത് സ്വസ്ഥമായിട്ടുള്ളൊരു സമയമാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് കുറേ ദിവസമായിട്ട് ഞാനും വളരെ ഫ്രീ ആവുന്നു പകൽ സമയങ്ങളിൽ. അപ്പം അതുകൊണ്ട് ഈ സമയത്ത് പറ്റിയാൽ നാളെ എത്താം. എന്തായിരുന്നാലും അത് പേജിൽ പോസ്റ്റ് ഇട്ടേക്ക് എത്ര മണിക്കാകുമെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും, അന്യനാടുകളിൽ ഇരിക്കുന്നവർക്കും ഈ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നമസ്കാരം.